ആനയെ ചൊല്ലിയുള്ള വിവാദങ്ങളും ചർച്ചകളും അവസാനിക്കാറേയില്ല അല്ലേ? ഉത്സവ സമയത്ത് ആനയെ എഴുന്നള്ളിക്കുമ്പോൾ കൃത്യമായ അകലം പാലിക്കണമെന്ന ഹൈക്കോടതി ഉത്തരവിറക്കിയിട്ട് അധികമായിട്ടുമില്ല. എന്നാൽ പയ്യങ്കോടുപുരം ശ്രീമുരുകന് ഈ നിബന്ധനകളൊന്നും ബാധകമല്ല. അതെന്താ അങ്ങനെ? കണ്ടു നോക്കാം. ഉയരം 15 അടി, ആരെയും കുത്താൻ വരില്ല. പനമ്പട്ടയും പാപ്പാനും വേണ്ട. എഴുന്നള്ളിക്കാൻ നിശ്ചിത അകലം വേണമെന്ന മാനദണ്ഡവും പയ്യങ്കോടുപുരം ശ്രീമുരുകന് ബാധകമല്ല. തുമ്പിക്കൈയും ചെവിയുമാട്ടാൻ ബാറ്ററി മാത്രം മതി. തലയെടുപ്പോടെ എഴുന്നള്ളത്തിന് ഒരുങ്ങി നിൽക്കുന്ന ഈ ആനയ്ക്ക് ജീവനില്ലെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. മേളക്കാരായ ശബരീഷും അഷ്ടപതി ഗായകനായ പ്രശോഭും ചേർന്നാണ് ഈ ഫൈബർ കൊമ്പനെ കോഴിക്കോട് എത്തിച്ചത്. ഈ ഫൈബർ ആനയുടെ പുറത്ത് വെഞ്ചാമരം, ആലവട്ടം, മുത്തുക്കുട, തിടമ്പ് എന്നിവയായി 4 പേർക്ക് കയറിയിരിക്കാം. 5 ലക്ഷം രൂപ മുടക്കിയാണ് ആനയെ നിർമ്മിച്ചത്. പറവൂരിലെ ആനമേക്കറായ സൂരജാണ് ശില്പി. ബുധനാഴ്ച കോഴിക്കോട് എത്തിയ ശ്രീമുരുകനെ ദേവന്റെ അനുഗ്രഹത്തിനായി ശ്രീകണ്ഠേശ്വരപുരം ക്ഷേത്രത്തിലാണ് ആദ്യം എത്തിച്ചത്. പിന്നീട് ഗണപതിക്ക് മുട്ടിറക്കി. ഇനി ഉത്സവങ്ങളുടെയും എഴുന്നള്ളത്തിന്റെയും തിരക്കുകളിലേക്കാണ് ശ്രീമുരുകന്റെ യാത്ര. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്. അഖില CP നമുക്കൊപ്പം ചേർന്നുണ്ട്. അഖില, പയ്യങ്കോടുപുരം ശ്രീമുരുകൻ ഒരു ഫൈബർ ആനയാണ്. മികച്ചൊരു ആശയമാണല്ലേ ഈ ഫൈബർ ആന എന്ന് പറയുമ്പോൾ. പക്ഷേ ആനപ്രേമികൾക്ക് ഇത് അത്ര ഇഷ്ടമാകണമെന്നില്ല. എന്നാലും നമുക്ക് പലപ്പോഴും ആനകൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, ഉത്സവത്തിനൊക്കെ എഴുന്നള്ളിപ്പിനൊക്കെ കൊണ്ടുപോകുമ്പോൾ ചിലപ്പോൾ മതം പൊട്ടാം, അങ്ങനെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. പക്ഷെ ഒരു ഫൈബർ ആനയാകുമ്പോൾ ഒന്നും പേടിക്കേണ്ടതില്ല അല്ലേ? അതേ സന്ധ്യ, നമുക്കൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഒരു ആന എന്ന് പറയുമ്പോൾ എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു പേടി ഉണ്ടാക്കുന്ന സംഭവമാണ്. അതായത് ഉത്സവങ്ങൾക്കൊക്കെ പോകുമ്പോൾ അതിൻ്റെ അടുത്ത് പോകാതിരിക്കാനാണ് ഞാനൊക്കെ ശ്രമിക്കാറ്. കാരണം പേടിയാണ്, വലിയ ജീവിയാണ്, നമ്മൾ എന്തെങ്കിലും ഉപദ്രവിക്കുമോ എന്നുള്ള തരത്തിലുള്ള ആശങ്കകളൊക്കെ നമുക്കുണ്ട്. പക്ഷേ ഈ ഫൈബർ ആശയം എന്ന് പറയുന്നത് നല്ലൊരു എന്താ പറയുക, പലതിനെയും നമ്മൾ യന്ത്രവൽക്കരിച്ച് കഴിഞ്ഞു. മനുഷ്യന് പകരം റോബോട്ടിനെയൊക്കെ കണ്ടെത്തിയ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ പകരം ആനയ്ക്ക് പകരം ഒരു ഫൈബർ ആന, അല്ലെങ്കിൽ ഫൈബർ ആന എന്ന് പറയുമ്പോൾ ഒരു കുറച്ചിലും ഇല്ല എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. സാധാരണ ആനയ്ക്കുള്ള എല്ലാ തലയെടുപ്പും അതിൻ്റെ ഉയരവും എല്ലാം നമ്മുടെ ഈ ഫൈബർ ആനയ്ക്കും ഉണ്ട്. 5 ലക്ഷം രൂപയാണ് ചെലവ്. അപ്പോൾ ഈ ഫൈബർ എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഈ പറയുന്ന 4 പേർക്ക് കയറാവുന്ന രീതിയിലൊക്കെയാണ് അവർ നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഈ ഇത്തരത്തിൽ ഈ ഒരു എഴുന്നള്ളത്തിന് ഒരു പകരം എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും. എന്നിരുന്നാലും ആനപ്രേമികൾക്ക് നമ്മൾ പറയുമ്പോൾ ഒരുപക്ഷെ അത് കാര്യമായിട്ട് എടുക്കണമെന്നില്ല. പക്ഷെ ഇത് നല്ലൊരു ആശയമാണ്. ഒരുപാട് ആളുകളുടെ സുരക്ഷ നമുക്ക് പരിഗണിക്കാം. ഇപ്പോൾ ഹൈക്കോടതിയൊക്കെ നമ്മളോട് പറഞ്ഞിരുന്നു ഇത്തരത്തിൽ 3 മീറ്റർ അകലമൊക്കെ പാലിക്കണം. പക്ഷെ ഫൈബർ ആനയ്ക്ക് അത്തരത്തിലുള്ള ഒരു കുഴപ്പമില്ല. കാണാൻ കൗതുകമുണ്ട്. അപ്പോൾ ഈ കുട്ടികൾക്ക് വരെ നമുക്ക് തൊട്ടു പോകാവുന്ന ഒരു ആനയാണ്. അപ്പം ആന എന്നും നമുക്ക് കൗതുകമാണ്. മലയാളികൾക്ക് പ്രത്യേകിച്ച് ആന എന്നും, പ്രത്യേകിച്ച് കുട്ടികൾക്കും ഈ പറയുന്ന ആനപ്രേമികൾക്കൊക്കെ എന്നും ആന എന്ന് പറയുന്നത് ഒരു കൗതുകമുള്ള ജീവിയാണ്. അപ്പോൾ ഇത്തരത്തിൽ അടുത്ത് പോയി തൊടാനും വേണമെങ്കിൽ ഫോട്ടോ എടുക്കാനും വേണമെങ്കിൽ നമുക്ക് ആവശ്യാനുസരണം കയറാനൊക്കെ സാധിക്കുന്ന തരത്തിലുള്ള ഒരു ഫൈബർ ആനേനെയാണ് ഇത്തരത്തിലുള്ള സൂരജ് എന്ന് പറയുന്ന ഒരു ആൾ നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ പറവൂരിലാണ് ഇത് നിർമ്മിച്ചെടുത്തത്. 5 ലക്ഷം രൂപയാണ് ചെലവ്. ഈ പ്രശോഭ് എന്ന് പറയുന്ന മേളവാദ്യക്കാരനും ഇത്തരത്തിൽ അഷ്ടപതി ഗായകനായിട്ടുള്ള പ്രശോഭും ചേർന്നിട്ടാണ് കോഴിക്കോട് എത്തിക്കുന്നത്. അപ്പോൾ ആദ്യം എത്തിച്ചതെന്ന് പറയുന്നത് ശ്രീകണ്ഠപുരം ക്ഷേത്രത്തിലാണ്. അപ്പോൾ ശ്രീകണ്ഠപുരം ക്ഷേത്രത്തിലെത്തി ആന അമ്പലത്തിന് ചുറ്റും വലം വെക്കുന്നുണ്ട്, ഗണപതിക്ക് മുന്നിൽ എത്തുന്നുണ്ട്, ഗണപതിയുടെ അവിടെ എത്തിയിട്ട് ഇത്തരത്തിൽ പൂജകൾ നടത്തുന്നുണ്ട്. അപ്പോൾ ഒന്നിനും ഒരു കുറവില്ല. നമ്മുടെ ഈ സാധാരണ ആനയെ പോലെയാണ്. നമുക്ക് ഭാവിയിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ആലോചിക്കാവുന്നതാണ് സന്ധ്യ.